ആശയങ്ങൾ നടപ്പാക്കാൻ സെമിനാറുകളും അനന്തര നടപടികളും. പഠനകാലത്തെ എന്റെ കുട്ടിക്കച്ചവടങ്ങളെക്കുറിച്ച് മുൻ അധ്യായങ്ങളിൽ ധാരാളമായി സൂചിപ്പിച്ചതുപോലെ അക്കാലത്ത് തലശ്ശേരി അങ്ങാടിയിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തേങ്ങാ കച്ചവടം. പലയിടത്തു നിന്നായി തേങ്ങയും കൊപ്രയുമെല്ലാം ആളുകൾ തലശ്ശേരി അങ്ങാടിയിലെ മലഞ്ചരക്ക് വ്യാപാരികളുടെ കടയിലെത്തിക്കും. 5-6 തെങ്ങുകളില്ലാത്ത വീടുകൾ ചുരുക്കമായിരുന്നു. ചിലരാകട്ടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. തേങ്ങ, കൊപ്ര എന്നിവ വിൽക്കുന്നതോടൊപ്പം കൊപ്ര മില്ലിലാട്ടി വെളിച്ചെണ്ണ വ്യാപാരത്തിൽ നിന്ന് ധാരാളം ആളുകൾ അക്കാലത്ത് പണം സമ്പാദിച്ചു. സ്കൂൾ അവധി സമയത്തെ മുരിങ്ങാ കച്ചവടത്തോടൊപ്പം തന്നെ തേങ്ങാ കച്ചവടത്തിനും ഞാൻ ഇറങ്ങി. വീട്ടിലും പരിസരത്തുമുള്ള വീടുകളിൽ നിന്നുള്ള മുരിങ്ങക്കായ്ക്കൊപ്പം തലശ്ശേരി കോടതിയിലെ വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും എല്ലാം വീടുകളിൽ നിന്നുള്ള മുരിങ്ങക്കായ് അവരുടെ അനുവാദത്തോടെ പറിച്ച് വിൽപ്പന നടത്തിയിരുന്ന കാലത്താണ് വീടുകളിൽ കയറി തേങ്ങ ശേഖരിച്ച് കടകളിൽ എത്തിക്കാനും തുടങ്ങിയത്. ചെറിയ ചാക്കുകളിൽ തേങ്ങ ശേഖരിച്ച് തോളിൽ വെച്ചും സൈക്കിളിന് പിറകിൽ കെട്ടിവെച്ചുമൊക്കെയാണ് തലശ്ശേരി അങ്ങാടിയിൽ എത്തിക്കുക. കൊപ്ര ഉണക്കാനും അത് മില്ലിൽ കൊണ്ടുപോയി ആട്ടാനും പലരും ഏൽപ്പിക്കും. തേങ്ങ വിൽപ്പനയ്ക്കിടയ്ക്ക് അതും ഒരു വരുമാനമായിരുന്നു. കുട്ടിക്കാലത്തെ കൽപ്പവൃക്ഷത്തോടുള്ള ബന്ധം വളർന്നപ്പോഴും ആകാശം മുട്ടി നിൽക്കുന്ന തെങ്ങുകളെപ്പോലെ മനസ്സിൽ വേരുറപ്പിച്ചിരുന്നു. കണ്ടു ശീലിച്ച ഇളനീരിനും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പിന്നെ പിണ്ണാക്കിനും അപ്പുറം തെങ്ങിനെ ഇനിയും ധാരാളമായി ഉപയോഗപ്പെടുത്താനുണ്ടെന്ന കാര്യം മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തമായി കച്ചവടം ആരംഭിച്ച ശേഷമാണ് തെങ്ങിന്റെ അനന്തസാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. പല ദേശത്തെ സഞ്ചാരത്തിനൊടുവിൽ എണ്ണമറ്റ കേരോൽപ്പന്നങ്ങൾ ഏറെ ആത്മവിശ്വാസത്തോടെ അന്താരാഷ്ട്ര വിപണിക്ക് മുന്നിൽ ഞാൻ നിരത്തി. അതിൽ ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളും അലങ്കാര വസ്തുക്കളും തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. 2014 മനിലയിലും ദവായി സിറ്റിയിലും സംഘടിപ്പിച്ച വേൾഡ് കോക്കനട്ട് സെമിനാറിൽ പങ്കെടുക്കവേ അവിടുത്തെ ഉദ്യോഗസ്ഥർ പങ്കുവച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഏറെ ആശ്ചര്യപ്പെട്ടിരുന്നു. ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങളിൽ പലതും കേരളത്തിന്റെ ആശയങ്ങളാണെന്ന് അവരുടെ വാക്കുകൾ തുറന്ന സത്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിലും ഇതര രാജ്യക്കാർ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശയങ്ങൾ നൽകിയിട്ടും പല പദ്ധതികളും വിജയകരമായി നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെന്ന കാര്യം എന്നെ വല്ലാതെ അലട്ടി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമെന്നിരിക്കെ പല രാജ്യങ്ങളും നടപ്പാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വൈമനസ്യം കാണിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളിൽ പലതും വിദേശ രാജ്യങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പാക്കുന്നു. സമൃദ്ധി കേരളം പോലുള്ള കേരോൽപാദന പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടും ഗ്രീൻ ഇക്കണോമിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈവിധ്യങ്ങളായ കേരോൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് നമുക്ക് കൂടുതലായി നിർമ്മിക്കാനാകുന്നില്ല എന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണം. വിവിധ ലോകരാജ്യങ്ങളിലായി കേരോൽപാദനം എത്രയുണ്ട്, വിവിധ ആവശ്യങ്ങൾക്കായി എത്രത്തോളം അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, ഇന്റീരിയർ പ്രോഡക്റ്റ് തുടങ്ങിയവ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്, എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കുന്നുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് സെമിനാറുകളിൽ ചർച്ച ചെയ്യുന്നത്. ഫിലിപ്പീനിലെ അമേരിക്കൻ എംബസിയിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ വരെ സമ്മേളനത്തിൽ സാന്നിധ്യം അറിയിച്ചു. കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്രത്തോളം കോക്കനട്ട് പ്രോഡക്റ്റുകൾ കയറ്റി അയക്കപ്പെടുന്നുണ്ടെന്നാണ് അവർ തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി ഡാറ്റകൾ ശേഖരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ആഴത്തിൽ പഠിച്ച് പേറ്റന്റ് കൈക്കലാക്കി വിപണിയിൽ കാലുറപ്പിക്കുകയാണവർ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഉപയോഗിച്ചാണ് ഗവൺമെന്റ് ഡാറ്റകൾ കൈക്കലാക്കുന്നത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പഠന സ്കോളർഷിപ്പ് നൽകി വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം സെമിനാറുകളിലേക്ക് അയക്കുന്നു. ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും വിദ്യാർത്ഥികൾ ശേഖരിച്ച് പഠന റിപ്പോർട്ടാക്കി ഗവൺമെന്റ് അതോറിറ്റിക്ക് മുന്നിൽ വയ്ക്കുകയാണ്. മറ്റുള്ളവർ കണ്ടെത്തുന്ന ആശയങ്ങൾ വലിയ പരിശ്രമമില്ലാതെ തന്നെ മനസ്സിലാക്കി അവർ പ്രാവർത്തികമാക്കുന്നു. പ്രകൃതി സമ്പത്തുള്ള സ്ഥലങ്ങളിലേക്ക് നിക്ഷേപമിറക്കി ലാഭം കൊയ്യുന്നതോടൊപ്പം അവരുടെ നാട്ടിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവർ ബൃഹത്തായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. വ്യാവസായിക വാണിജ്യാധിഷ്ഠിത വിഷയങ്ങളിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി നിരന്തരം ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ നവീനാശയങ്ങൾ നമുക്കും നേടാം. ഓരോ രാജ്യങ്ങളും തങ്ങളുടെ കേരോൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ ഇത്തരത്തിൽ സെമിനാറുകളും എക്സിബിഷനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി, മീൻ വിഭവങ്ങൾ ചുട്ടെടുക്കാൻ ആവശ്യമായ കരി വരെ പല രാജ്യങ്ങളും വിപണിയിലിറക്കി. ചിരട്ട പൊടിച്ച് ക്യൂബുകളാക്കിയാണ് അന്താരാഷ്ട്ര വിപണികളിൽ അവ എത്തിക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങളിൽ സമയം ചെലവഴിക്കാനും വൈകുന്നേരങ്ങളിലെ വർത്തമാനങ്ങൾക്കും കൂട്ടമായി വന്നിരിക്കുന്ന ഇടമാണ് ശീഷ കഫേകൾ. ഇവിടെ ശീഷ വലിക്കാൻ ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള ക്യൂബുകൾ കത്തിച്ചാണ്.
സിറിയ, ഈജിപ്ത്, ഇറാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കായിരുന്നു ഇവ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചിരുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളെ പിന്നിലാക്കി ഈ ബിസിനസ്സിലും ചൈന മുന്നേറി. ഇന്തോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും വരുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ചൈനയിലാണ് ചാർക്കോൾ നിർമ്മാണം. എന്തിനേറെ, ബോഡി ക്രീം അടക്കമുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകൾ വരെ തേങ്ങയിൽ നിന്ന് നിർമ്മിക്കുന്നു. ഫിലിപ്പീനിൽ മാത്രം ഇത്തരത്തിലുള്ള 700ഓളം കമ്പനികളുണ്ട്. കോസ്മെറ്റിക് മേഖലയിൽ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം 11,000-ലധികം ഉൽപ്പന്നങ്ങളാണ് കോക്കനട്ടിൽ നിന്ന് നിർമ്മിക്കുന്നത്. $1 മുതൽ $70 വരെ വില വരുന്ന ഉൽപ്പന്നങ്ങളാണവ. സാധാരണക്കാരെ അടക്കം ലക്ഷ്യമിട്ട് 10 ഗ്രാം തൊട്ട് അടങ്ങുന്ന പാക്കറ്റുകളാണ് വിപണിയിൽ എത്തിക്കുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചസാരയും പശുവിൻ പാലും ചേർത്തുണ്ടാക്കുന്ന 1000-ലധികം സ്വീറ്റ്സുകൾ വിപണിയിൽ ലഭ്യമാണ്. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നവയാണ് ഇവയിൽ അധികവും. നമ്മൾ മലയാളികൾ ചോറും മറ്റ് അരിഭക്ഷണങ്ങളും കഴിക്കുന്നത് പോലെയാണ് ഉത്തരേന്ത്യക്കാരുടെ മധുരപലഹാരത്തീറ്റ. പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസമില്ലാതെ എമ്പാടും സ്വീറ്റ്സുകൾ അവർ വാങ്ങിക്കൂട്ടും. എന്നാൽ കോക്കനട്ട് സ്വീറ്റ്സുകൾ നമുക്ക് എണ്ണത്തിൽ വളരെ കുറവുമാണ്. പശുവിൻ പാലിനു പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചുള്ള മധുരപലഹാരങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്തിക്കൂടാ? ക്രാഫ്റ്റുകളുടെ നിർമ്മാണ രീതികൾ വിശദീകരിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ വളരെയധികം തരംഗമായിരിക്കുന്ന കാലം കൂടിയാണിത്. എന്നാൽ 5-6 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് മാത്രം ഒരു പ്രോഡക്റ്റിന്റെ പൂർണ്ണ നിർമ്മാണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കാനാകില്ല. യൂട്യൂബേഴ്സ് സംരംഭകരെ തേടിച്ചെന്ന് ഓരോ ഉൽപ്പന്നങ്ങളുടെ പിന്നിലെ പ്രയത്നം മുഴുവൻ ഒപ്പിയെടുത്ത് സ്റ്റാർട്ടപ്പുകാർക്ക് പകർന്നു നൽകുകയാണ് വേണ്ടത്. മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ കണ്ടുവരുന്ന കുടിൽ വ്യവസായ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കണം. പുറം രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ വീടുകൾ തോറും ചെയ്യുന്നത് വലിയ അഭിമാനമായാണ് അവർ കാണുന്നത്. ഇനി നമുക്കിടയിൽ നിന്ന് വിദ്യാർത്ഥികളും യുവതീ യുവാക്കളും താൽപ്പര്യപ്പെട്ട് ഇതിലേക്ക് വരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നവരുമുണ്ട്. നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി നമ്മുടെ കമ്പോളങ്ങളിൽ സുലഭമായി ലഭ്യമാകുന്നുണ്ടല്ലോ എന്ന നെഗറ്റീവ് കമന്റ്സ് നൽകുന്നതിലൂടെ വലിയൊരു അവസരത്തിനാണ് നാം തുരങ്കം വയ്ക്കുന്നത്. പണ്ടുതൊട്ടേ പഠിച്ചു വന്ന അടിസ്ഥാന ആവശ്യങ്ങളല്ല ഇന്ന് പുതുതലമുറയ്ക്ക് ആവശ്യം. പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം എന്നിവയിൽ നിന്നെല്ലാം കാര്യങ്ങൾ വഴിതിരിഞ്ഞു. പുതുതലമുറയ്ക്ക് വേണ്ടത് 6-വരിപ്പാതയും എക്സ്പ്രസ് ട്രെയിനും ഫാസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റും അന്താരാഷ്ട്ര നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിമാന സർവീസും സ്മാർട്ട് സിറ്റിയും അതിവേഗ ഇന്റർനെറ്റും ഡിജിറ്റൽ പേയ്മെന്റ്, ഡിജിറ്റൽ വരുമാനം തുടങ്ങിയവയുമൊക്കെയാണ്. അതിനുള്ള പരിശ്രമങ്ങളുമായി പുതുതലമുറ മുന്നോട്ട് കുതിക്കുമ്പോൾ നെഗറ്റീവ് കമന്റുകളിലൂടെ അതിന് വേഗപ്പൂട്ടിടാനുള്ള ശ്രമം പലയിടത്തു നിന്നും ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ പരിശ്രമങ്ങളെ നെഗറ്റീവ് കമന്റുകളിലൂടെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം പിന്നോട്ടു പോകുന്നുവെന്ന് അവരും മനസ്സിലാക്കുന്നില്ല. അവനവനെ ശുദ്ധീകരിച്ച് മുന്നോട്ടു പോയാലേ വരും തലമുറയ്ക്ക് ഭൂമിയെ നല്ലപോലെ ഉപയോഗിക്കാനാകൂ എന്ന വലിയ സത്യം നാം വിസ്മരിച്ചുകൂടാ. നാം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി. ഒരു വലിയ സമ്പദ്വ്യവസ്ഥയുടെ ചങ്ങലക്കണ്ണികളായ ക്രാഫ്റ്റ്, ആർട്ട്, SME, ടൂറിസം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം പഠിക്കാനും ഈ മേഖലകളിലേക്ക് എത്താൻ താൽപ്പര്യപ്പെടുന്ന ആർക്കും സ്റ്റഡി സെന്ററുകളും പരിശീലന ശില്പശാലകളും ഒരുക്കാനുമുള്ള പദ്ധതികളാണ് പാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂൾ, കോളേജ് തലങ്ങളിലെ ഭൗതിക പഠന വിഷയങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളിലെ സ്കിൽ പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് മിഡിൽ ഈസ്റ്റിലെ, വിശിഷ്യ UAE-യിലെ യൂണിവേഴ്സിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആന്റിക് മ്യൂസിയം തുറന്നു നൽകിയത്. ആന്റിക് മ്യൂസിയത്തിലേക്ക് പ്രോജക്റ്റുകൾ ചെയ്യാനായി വിദ്യാർത്ഥികൾ എത്തുമ്പോൾ വിവിധ രാജ്യങ്ങളുടെ വൈവിധ്യ സംസ്കാരങ്ങൾ കൂടി അവർ പഠിക്കുകയാണ്. പുതുതലമുറയ്ക്ക് പുതിയ ലക്ഷ്യങ്ങൾ നേടാനും വിജയം കൈവരിക്കാനും കൂടി സഹായകമാകണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ യാത്രകൾക്കും കാഴ്ചകൾക്കും ഇടവേളകൾ നൽകുന്നില്ല. ഗ്രാമങ്ങളിലും വനാന്തരങ്ങളിലും മറഞ്ഞിരിക്കുന്ന കരകൗശല കലാകാരന്മാരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് പുതിയ ആശയങ്ങൾ നൽകി ചേർത്തു പിടിക്കണം. അവരുടെ കഴിവുകൾ പുറം ലോകത്തെ കാണിക്കാൻ വ്യാവസായിക സംരംഭകർക്കൊപ്പം പൊതുസമൂഹവും ഭരണകൂടവും കൈകൾ ചേർത്തു പിടിക്കണം. വൻകിട നിക്ഷേപകരെ ആകർഷിക്കാനുള്ള നമ്മുടെ വിഭവങ്ങൾ ഇനിയും മൂടിവെക്കപ്പെടാനുള്ളതല്ല. വരും തലമുറയുടെ ജീവിത കാഴ്ചപ്പാടുകൾക്ക് നിറം നൽകാനുള്ളതാണെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. പ്രാവർത്തികമാക്കണം. അവസരങ്ങൾ നമുക്ക് ചുറ്റും വെള്ളി വെളിച്ചം പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ആ പ്രകാശത്തെ സ്വീകരിച്ച് ചുറ്റിനും വെളിച്ചം പരത്തുന്ന നക്ഷത്രങ്ങളായി നമുക്ക് മാറാം.